ഇതാണ് ഗൈസ് സെക്സ് ഓൺ ദ ബീച്ച്, ദ മസ്റ്റ് ട്രൈ കോക്ടെയിൽ ഇൻ പോണ്ടിച്ചേരി. ഞങ്ങൾ പോണ്ടിച്ചേരിക്ക് പോവാണ്. അപ്പോൾ അതിന് മുന്നേ ഒരു കാപ്പിയും ഒരു ബിസ്ക്കറ്റും കഴിക്കാൻ. അതെ ഗൈസ്, ഞാനും അങ്ങനെ പോണ്ടിച്ചേരിയിലേക്ക് പോവാണ്. ഞാനും അപ്പും അനൂട്ടനും സിന്നിയും കൂടിയാണ് പോകുന്നത്. ശരിക്കും അപ്പൂനൊരു മെറ്റേണിറ്റി ഷൂട്ട് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നതെങ്കിലും ഞങ്ങളൊരു ട്രിപ്പാക്കിയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഞങ്ങൾ പോണ്ടിച്ചേരി എത്തി, പക്ഷേ ഇവിടെ ഭയങ്കര മഴയാണ്. ഞങ്ങളുടെ പ്ലാനിങ് ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. നമുക്കിനി സോമേട്ടൻ്റെ വീട്ടിലേക്ക് പോകാം. അറിയില്ല, ചെറിയ മഴ, പക്ഷേ എന്താ ഒരു സുഖമില്ല, ചെറിയൊരു മഴ. സ്റ്റേഷനിൽ നിന്ന് ബീച്ച് ഇവിടെ അടുത്താ. അങ്ങനെ പോണ്ടിച്ചേരിയിലെത്തി. ഭയങ്കര ചെറിയൊരു മഴയുണ്ട്, പക്ഷെ വലിയ മഴയല്ല, ചെറിയ മഴ. അതത്ര സുഖമില്ല, കുറച്ച് മാറുമെന്ന് വിചാരിക്കുന്നു. അയ്യോ ഇപ്പൊ വരും. ആ ആദ്യമായിട്ട് എൻ്റെ ഒരു പട്ടിക്ക് ഇതെങ്കിലും നോക്കുന്നത് എന്താണ്. അയ്യാ കടിക്കരുത് കേട്ടോ, കടിക്കരുത്. അങ്ങനെ ഞങ്ങൾ സോമണ്ണൻ്റെ വീട്ടിലെത്തി. ഇത് സോമണ്ണൻ്റെ വൈഫാണ് കേട്ടോ. അപ്പോൾ ഈ ചേച്ചി അക്കേൻ്റെ വളകാപ്പ് എടുക്കാൻ വേണ്ടിയിട്ടോ ഞങ്ങൾ വന്നിട്ടുള്ളത്. അങ്ങനെ രാവിലെ ഞങ്ങൾ വീട്ടിലെത്തി. അവരുടെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ, നല്ല രസമാണ്. ടിപ്പിക്കൽ തമിഴ്നാടൻ ഫാമിലിയാണ് കേട്ടോ. താഴേക്ക് ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. നമുക്ക് ഇഡ്ഡലി, വട, പൊങ്കൽ, ഈവൻ ഗുലാബ് ജാം വരെ അവരെ വീട്ടിലുണ്ടാക്കിയിട്ട് തന്നു കേട്ടോ. അടിപൊളിയായിരുന്നു ഫുഡ് രാവിലെ തന്നെ. അപ്പോൾ ഞങ്ങള് ലോണെടുത്ത് വാങ്ങിയതല്ല, ശരിക്കല്ല. ഞങ്ങള് പറഞ്ഞു വന്നത്, ഞങ്ങള് ഡ്രസ്സൊക്കെ മാറി ഫ്രഷായി നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പോണ്ടിച്ചേരി എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഫുൾ മഴയാണ്. നമുക്ക് എവിടെയെങ്കിലും പോകാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല, എങ്കിലും പോയി നോക്കാം. ഞാൻ കുറെ സ്പോട്ടൊക്കെ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല കഫേസ് ഒക്കെ. അവിടെയെങ്കിലും ഒക്കെ പോകാന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് നമുക്ക് പോയിട്ട് ഒരു റൂം എടുക്കണം. റൂം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മുടെ ലഗേജ് അവിടെ വെച്ചിട്ട് നമ്മള് പോണ്ടിച്ചേരി കാണാൻ പോവുകയാണ്, അല്ലേ? ശരി പാപ്പ, ഹായ് ഹായ്. അങ്ങനെ ഫൈനലി ഞങ്ങൾ റൂമിലെത്തിയിട്ടോ. അപ്പോൾ ഇവിടെ ഞങ്ങൾക്കും പിന്നെ അക്കേൻ്റെ ഫാമിലിക്കും ഒക്കെ റൂം ഇവിടെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളെ റൂമിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോകാം. ദിസ് ഈസ് അവർ റൂം. ചെറിയൊരു സ്പേസിലാണ്, പക്ഷെ അത്യാവശ്യം രസമുണ്ട് കേട്ടോ. ഇവിടുത്തെ സെറ്റപ്പ് ഹോട്ടലാണെന്നാണ് തോന്നുന്നത്. പിന്നെ ഇവിടെ ബാത്റൂം ഉണ്ട്. ബാത്റൂം അത്ര അടിപൊളിയാണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു കണക്ഷൻ റൂം കൂടെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ തന്നെ 2 റൂമുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ബെഡ്റൂമും കൂടി ഉണ്ട്. പിന്നെ ഇവിടെ അതുപോലെ ഒരു ബാത്റൂം ഉണ്ട്. പിന്നെ ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ബാൽക്കണി. ഇവിടെ പ്രത്യേകിച്ച് വ്യൂ ഒന്നുമില്ല, ഇങ്ങനെ ജസ്റ്റ് അപ്പുറപ്പുറൊക്കെ കുറെ വീടുകൾ. ഒരു മുരിങ്ങമരം ഉണ്ട് ഇവിടെ, ഇത്രയേ ഉള്ളൂ. പിന്നെ മഴ പെയ്യുന്നതിനെ കൊണ്ട് ഇതൊക്കെ ചള്ളിയായിട്ട് കിടക്കുന്നുണ്ട്. മൊത്തം പെരുമഴയല്ല, ചെറിയ മഴ, അത്രയേ ഉള്ളൂ. നമ്മളെ റൂം തെങ്കാശിപ്പട്ടണം. പുറത്ത് നല്ല മഴയായതിനെ കൊണ്ട് ഞങ്ങൾ എന്തൊക്കെ കുറച്ച് നേരം റൂമിൽ നിന്ന് TV ഒക്കെ കണ്ട് റിലാക്സ് ചെയ്യാന്ന് വെച്ചിട്ട് കുറച്ച് നേരം ഞങ്ങൾ റൂമിൽ തന്നെ ഇരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ ഇറങ്ങിട്ടോ. കുറച്ച് നേരം ഇരുന്നു. മഴ എന്തായാലും കുറയാനൊന്നും പോകുന്നില്ല, ഇങ്ങനെ തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നല്ല മഴയില്ല, ചെറിയ മഴ. പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഡ്രൈവറെ അവരെ അറേഞ്ച് ചെയ്ത് തന്നു, ഒരു വണ്ടിയും തന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ആദ്യം വെച്ച് ജസ്റ്റ് ഒന്ന് അവിടെയൊക്കെ ഒന്ന് കറങ്ങാം. ഞാൻ കുറച്ച് കഫേസൊക്കെ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോകാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്. പക്ഷെ ഞങ്ങൾ അവിടെ പോയ സമയത്ത് നമുക്ക് മഴ കാരണം എല്ലായിടത്തും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളൊരു കഫേയിൽ കയറി. അവിടെ നിന്ന് ഞങ്ങൾ 2 കോക്ടെയിൽ കുടിച്ചിട്ടോ. ഒന്ന് ഈ കുടിക്കുന്ന കോക്ടെയിലിൻ്റെ പേര് സെക്സ് ഓൺ ദ ബീച്ച്.
മറ്റേ കോക്ടെയിലിൻ്റെ പേര് ആക്ച്വലി ഞാൻ മറന്നു പോയിട്ടോ. സംഭവം എന്തായാലും രണ്ടും അടിപൊളിയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ ഇരുന്നു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലും കഴിക്കാമെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പാസ്ത ഓർഡർ ചെയ്തിട്ടോ. അടിപൊളി പാസ്തയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിനോട്ട് ഫസ്റ്റ് ടൈം ആയിരുന്നു കേട്ടോ പാസ്ത കഴിക്കുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. ഈ പോണ്ടിച്ചേരിയിൽ ഏറ്റവും നന്നായിട്ട് കിട്ടുന്ന ഐറ്റംസിൽ ഒന്നാണ് കേട്ടോ പാസ്ത, പിസ്സ, അങ്ങനത്തെ ചോക്ലേറ്റ് ഐറ്റംസ്, അതൊക്കെയാണ് ഇവിടുത്തെ ഫേമസ് സാധനങ്ങൾ. അപ്പം നമ്മൾ ഇവിടുന്ന് പാസ്ത വാങ്ങി. നമ്മൾ 2 ഐറ്റം വാങ്ങിയുള്ളൂ കേട്ടോ, ബാക്കിയൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്തത്. ഇത് ആക്ച്വലി ഒരു റെസ്റ്റോ ബാറും കൂടിയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അവിടുന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി നടന്ന് അവിടുത്തെ ഐറ്റംസൊക്കെ ഒന്ന് നോക്കി നടന്നു കേട്ടോ. നല്ല രസമാണ് കാണാനൊക്കെ. ഇവിടെ നല്ല മഴയായതുകൊണ്ട് ഞങ്ങൾക്ക് എവിടെയും പോകാൻ പറ്റില്ല. ഞങ്ങളൊരു കഫേ കയറി ഫുഡ് കഴിച്ചു. ഇതൊക്കെ ഇവിടെ ഒരു ചെറിയ തട്ടുകടയിൽ പെട്ടിപ്പിടിയിൽ വന്ന് നിൽക്കാണ്. മഴ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞങ്ങളെ ഡ്രൈവറെ കാണുന്നില്ല. അവിടുന്ന് നേരെ ഞാൻ പോയത് എൻ്റെ ലിസ്റ്റിലുള്ള അടുത്തൊരു സ്പോട്ടിലേക്കാണ് കേട്ടോ. വേറെ എവിടെയല്ല, ദ ബ്രെഡ് ആൻഡ് ചോക്ലേറ്റ്, പോണ്ടിച്ചേരിയിലെ വൺ ഓഫ് ദ ഫേമസ് ക്രൊസൻറ്റ് കിട്ടുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ. അത് മാത്രമല്ല ഇവിടെ കുറേ ചോക്ലേറ്റ് സാധനങ്ങൾ ഒക്കെ കിട്ടും. നല്ല അടിപൊളിയായിരുന്നു. അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ കുറേ അധികം വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ബ്രെഡ് ആൻഡ് ചോക്ലേറ്റ് ഭയങ്കര ഫേമസ് ആണെന്ന്. പക്ഷേ മഴയായതുകൊണ്ട് തന്നെ ഞങ്ങൾ നനഞ്ഞ് പിഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. മഴയാണെങ്കിൽ പോലും അവിടെ നിറയെ ആൾക്കാരാണ് കേട്ടോ. ഫുൾ ഫോറിനേഴ്സ് തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ അവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ചോക്ലേറ്റ് ക്രോസൻറ്റും പിന്നെ ഉള്ളത് വേറൊരു ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഒരു ക്രോസൻറ്റും ആയിരുന്നു കേട്ടോ. ചോക്ലേറ്റ് ക്രോസൻറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഡാർക്ക് ചോക്ലേറ്റ് അത്രയ്ക്ക് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. രസമുണ്ട്, പക്ഷെ കുറച്ചും കൂടി ആ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ കയ്പ്പ് വരുന്നതിനെ കൊണ്ട് അത്രയും രസം ഉണ്ടായിരുന്നില്ല. പക്ഷെ രണ്ടും ഞങ്ങൾ കഴിച്ചു നോക്കി കേട്ടോ. സിന്നിക്കും ഡാർക്ക് ചോക്ലേറ്റിനേക്കാളും ഇഷ്ടപ്പെട്ടത് മറ്റേ ചോക്ലേറ്റ് ക്രോസൻ്റ് ആയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ തിന്ന്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വോയിസൊക്കെ പറയുന്നുണ്ടായിരുന്നെങ്കിലും മഴയും കാറ്റും ഇതൊക്കെ ആയിട്ട് ഭയങ്കര സൗണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതിനൊക്കെ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഞാനിപ്പോൾ വോയിസ് കേട്ടുവെക്കുമ്പോൾ എനിക്ക് മനസ്സിലായത്. അന്നേരം ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതായിരുന്നു, അവിടുത്തെ വൺ ഓഫ് ദ ഫേമസ് റെസ്റ്റോറൻ്റ് ആണിത്. അപ്പം നിങ്ങൾ പോണ്ടിച്ചേരി വരുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്യണം എന്നൊക്കെയാണ് ഞാൻ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്കൊന്നും ബോഡി ഒന്നും ക്ലിയർ അല്ലാത്തതിനെ കൊണ്ട് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു കോൾഡ് കോഫിയും കൂടി ഓർഡർ ചെയ്തു. പക്ഷെ ഞങ്ങളുടെ കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി അനുട്ടൻ മാത്രം വന്നില്ല കേട്ടോ. അവന് മഴയായിട്ട് കഫേയിലേക്ക് കയറാൻ മടിയായിട്ട് അവൻ വണ്ടിയിൽ തന്നെ ഇരുന്നു. ഞങ്ങൾ 3 പേരും പോയിട്ട് ഇതൊക്കെ കുടിച്ച് എൻജോയ് ചെയ്തു. ഇവർക്കിവിടെ കഫേ മാത്രമല്ല, ഒരു ചെറിയ സ്റ്റോറും കൂടി ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ്, കുക്കീസ്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് മേടിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ചെറിയ ഇവിടെ ബ്രൗണീസ്, കുക്കീസ്, ക്രോസൻറ്റോ അതൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അവിടുന്ന് ഒരു ആൽമണ്ട് ക്രോസൻറ്റും കൂടി ട്രൈ ചെയ്തു. അത് അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോയിലൊക്കെ ഇത് കണ്ടിട്ട് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചൊരു ഐറ്റം ആയിരുന്നു. അങ്ങനെ ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോകുന്നു കേട്ടോ. മഴ കാരണം ഞങ്ങൾക്ക് വേറെ എവിടെയും പോകാൻ പറ്റിയില്ല. പിന്നെ അടുത്ത ദിവസം പോണ്ടിച്ചേരിൻ്റെ അടുത്ത വീഡിയോ ഇട്ട് കാണുന്നവരെ ബൈ ബൈ.